ഇപ്പോൾ സുജ സൂസൻ ജോർജ് പൊതുപ്രവർത്തകയായ സുജ സൂസൻ ജോർജ് കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി സുജ, നിങ്ങൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇത്രയും മ്ലേച്ഛമായ, ഇത്രയും മോശമായ രീതിയിലുള്ളൊരു പ്രവർത്തനം അത് UDF പോലെ, കോൺഗ്രസിനെ പോലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷി ഒരു സ്ത്രീക്കെതിരെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും വല്ലാതെ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, രാജ്യത്തെ സംബന്ധിച്ചും നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചും ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് ദേശീയ തലത്തില് BJPക്കെതിരെയും അവരുടെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയും ശരിക്കും നിലപാടെടുക്കുകയും മറ്റു പാർട്ടികളെ സംയോജിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഇന്ത്യ മുന്നണിയൊക്കെ രൂപം കൊള്ളുന്നത്. ആ ഒരു അവസരത്തിലാണ് ഇത്രയും നീചവും മ്ലേച്ഛവുമായിട്ടുള്ള ഒരു പരിപാടിയും കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. പുറമെ വളരെ പോളിഷ്ഡ് ആണ്. അങ്ങനെയുള്ള അദ്ദേഹം അറിയാതെ ഇത് ഉണ്ടായി എന്നൊന്നും പറഞ്ഞാൽ നാട്ടുകാരും വിശ്വസിക്കില്ല. കോൺഗ്രസ് പാർട്ടി അറിയാതെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത് ശൈലജ ടീച്ചറിനെ പോലെ ഇത്രയും ആദരണീയായ ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തിട്ടുള്ള, നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം വാങ്ങി വിജയിച്ച ഒരു MLA കൂടിയാണ് ശൈലജ ടീച്ചർ. അദ്ദേഹം ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത നടപടികളും ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്ത് എല്ലാവരും ഭീതി പൂണ്ടിരുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് സംയോജിപ്പിച്ചുകൊണ്ട് പോയത്, ആരോഗ്യവകുപ്പിനെ എങ്ങനെയാണ് നയിച്ചതെന്നൊക്കെ ലോക പ്രശസ്തമായി അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ അധിക്ഷേപിച്ച് അവരുടെ ഇമേജ് തകർക്കാം, അവരുടെ ആത്മവിശ്വാസം തകർക്കാം എന്നുള്ള വളരെ പ്രാകൃതമായ ഒരു ധാരണയാണ് ഇവിടെ കോൺഗ്രസ് പ്രാവർത്തികമാക്കുന്നത്. പക്ഷെ അറിയുക, ശൈലജ ടീച്ചറിനെ പോലെ ഒരു വ്യക്തി അതിന് വിധേയമാകില്ല. കാരണം ടീച്ചർ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ലല്ലോ. ടീച്ചർ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതിനിധിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അഭിമാനത്തിന്റെ പ്രതീകം കൂടിയാണ്. ടീച്ചർ ഒരിക്കലും തളരില്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിക്കാണ് ഈ അവസരത്തിൽ അത് വലിയ ക്ഷീണമുണ്ടാക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ വരെ അത് ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഷാഫി പറമ്പിലും അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഇത് തിരിച്ചറിയുകയും ടീച്ചറിനോടും പൊതുസമൂഹത്തിനോടും ക്ഷമ ചോദിച്ച് ഇതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും KK ശൈലജയ്ക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. അത് മാത്രവുമല്ല, 2 മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്.